കാൽവിൻ പെർഫ്യൂംസിന്റെ 41ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് റയർ ഇൻ ദ മാർക്കറ്റ് പെർഫ്യൂംസ് ആണ്. രണ്ട് പെർഫ്യൂംസിനെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നു. രണ്ടും റയർ ഇൻ ദ മാർക്കറ്റ് എന്ന് തന്നെ പറയാം. നമുക്ക് അങ്ങനെ പോപ്പുലറായിട്ട് കിട്ടുന്ന പെർഫ്യൂം അല്ല. വളരെ എന്താ പറയുക, ലക്ഷൂറിയസ് ബ്രാൻഡായിട്ടുള്ള രണ്ട് ഫ്രഞ്ച് പെർഫ്യൂംസിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിന് മുന്നേ നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ കമൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിനൊരു ചെറിയ 1-2-3 ആൻസർ, മീൻസ് കമ്പൈൻഡ് ആയിട്ടുള്ള 1-2-3 ആൻസറും കൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ഈ ഒരു അവസരം അതിന് വേണ്ടിയിട്ട് അങ്ങ് യൂട്ടിലൈസ് ചെയ്യുകയാണ്. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തരുന്ന പെർഫ്യൂംസ് എല്ലാം തന്നെ എന്തിനാണ് തണുപ്പിക്കണേന്നൊക്കെ ഒരു ചോദ്യം നോർമലി ചോദിക്കാറുണ്ട്. ആക്ച്വലി ഞാൻ ഇവിടുന്ന് പെർഫ്യൂംസ് കൊടുക്കുന്ന അതെല്ലാം തന്നെ അപ്പോൾ തന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് തരുന്നതാണ്, അല്ലെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നതാണ്. സോ ഈ ഒരു പെർഫ്യൂംസിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. നമ്മൾ ചേർക്കുന്ന ഐറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ഞാൻ തരുന്ന പെർഫ്യൂമാണ് തണുപ്പിക്കേണ്ടത്. മറ്റുള്ള സ്ഥലത്തുനിന്ന് മേടിക്കണ പെർഫ്യൂം തണുപ്പിക്കണോ അത് അവരായിരിക്കും അത് ഡിസൈഡ് ചെയ്യുക. ഞാൻ പറയുന്നത് എൻ്റെ പെർഫ്യൂംസിൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ. അതെന്തായാലും തണുപ്പിച്ചിട്ടേ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു 1 വീക്കെങ്കിലും ഒരു ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. ഫ്രീസറല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം, എന്നിട്ടാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ ഒരാൾ പെർഫ്യൂം വാങ്ങിക്കാൻ വന്നിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് 2 ദിവസമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും പെർഫ്യൂംസ് പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു 50 ml പാക്കാണ്. ഈ 50 ml പാക്ക് ഒരുപാട് പേര് 100 ml 200 ml ഒക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പക്ഷേ ഒരു 50 ml പ്രൊമോട്ട് ചെയ്യുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. ശരിക്കും നമ്മൾ വാങ്ങിക്കുന്ന പെർഫ്യൂംസ് എൻ്റെ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും, ഒറിജിനൽ ആണെങ്കിലും ക്ലോൺ ആണെങ്കിലും എല്ലാം, ഈ പെർഫ്യൂംസ് ഇരിക്കേണ്ട ടെമ്പറേച്ചർ ഒരു 20-25 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് പെർഫ്യൂംസ് എപ്പോഴും ഇരിക്കാൻ എപ്പോഴും ബെറ്റർ. ആ പെർഫ്യൂമിൻ്റെ പെർഫോമൻസ് ബെറ്റർ കിട്ടാനുള്ള ടെമ്പറേച്ചർ ഇതാണ്. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഇല്ലല്ലോ. ഒരു 20-25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടെമ്പറേച്ചർ നമുക്ക് കേരളത്തിൽ കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെർഫ്യൂം ഇരിക്കുന്തോറും അതിൻ്റെ ക്വാളിറ്റി ഫ്രാക്ഷൻസ് ഇങ്ങനെ കുറഞ്ഞു വരിക. അപ്പോൾ നമ്മൾ വലിയ ബോട്ടിലൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് തീരാറാകുമ്പോഴത്തേക്കും ആ ആദ്യം അടിക്കുന്ന സുഖമൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തീർന്നു പോകട്ടെ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അടുത്ത മേടിക്കാമല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഈ 50 ml പെർഫ്യൂംസ് നമ്മൾ കൂടുതലും ഇത് ചെയ്യുന്നത്. മാത്രമല്ല, ഈ 50 ml പെർഫ്യൂം എന്ന് പറയുന്നത് മാക്സിമം ഒരു 2 monthsലേക്കേ ഉള്ളൂ. ആ സ്പ്രേയുടെ അത് അത്ര ഉപയോഗിക്കണം. എല്ലാവരും ലാസ്റ്റിങ് ചോദിക്കും. ശരിക്കും നമ്മളൊരു സ്പ്രേ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 1 ml to 2 ml ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദ പെർഫ്യൂം, ഒരു 1 ml to 2 ml നമ്മൾ അപ്ലൈ ചെയ്യണം. അല്ലാതെ ഒരു സ്പ്രേ 2 സ്പ്രേ അടിച്ചിട്ട് ലാസ്റ്റിങ് കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത്രയും ഒരു ക്വാണ്ടിറ്റി നമ്മുടെ കേരള കാലാവസ്ഥയിൽ അപ്ലൈ ചെയ്യണം, ഒരു 1 ml എങ്കിലും. അപ്പോൾ 50 ml പെർഫ്യൂം 2 മാസത്തേക്കല്ലേ ഉള്ളൂ മിനിമം. കുറച്ചും കൂടി കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് തീരും. അപ്പോൾ അത്രയും ഇതേ ഉള്ളൂ ആക്ച്വലി. എൻ്റെ 50 ml പെർഫ്യൂം മേടിക്കുമ്പോൾ അത്രയും കിട്ടുള്ളൂ. എന്നാലാണ് ആ ലാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ പ്രത്യേകിച്ചൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ തണുപ്പിക്കണ കാര്യവും വെക്കേണ്ട ആ ഒരു മീൻസ് കീപ്പ് ചെയ്യേണ്ട, പെട്ടെന്ന് തീർത്തേക്കണം. എന്നിട്ട് അടുത്ത പെർഫ്യൂം വാങ്ങിക്കാൻ, എൻ്റെ നിന്ന് വാങ്ങിച്ചാൽ ആരുടെ നിന്ന് വാങ്ങിച്ചാൽ അത് ആ ഒരു സംഭവം സെയിം തന്നെയാണ് കേട്ടോ. അത് പെട്ടെന്ന് തീർത്തിട്ട് അടുത്തയിലേക്ക് മേടിക്കുക എന്നുള്ളത് തന്നെയാണ് വരിക. ഇനി ഞാൻ പെർഫ്യൂംസിലേക്ക് കിടക്കാം. 2 പെർഫ്യൂം, അതിൽ രണ്ടും ഫ്രഞ്ച് പെർഫ്യൂമാണ്. ഒന്ന് ഗേർലിയൻ്റെ പ്രൊണൗൺസിയേഷൻ പലരും പല രീതിയിലാണ് സംസാരിക്കുന്നത്. ഗേർലിയൻ്റെ വെറ്റിവേർ എന്ന് പറയുന്ന പെർഫ്യൂം. വെറ്റിവേർ എന്ന് പറഞ്ഞാൽ രാമച്ചം. ആക്ച്വലി ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു വൈബാണ് ഈ ഒരു പെർഫ്യൂമിൽ. നമുക്ക് ഈ ഒരു പെർഫ്യൂം സ്പ്രേ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഈ ഗെർലിയൻ്റെ വെറ്റിവേർ എന്ന് പറയുന്ന പെർഫ്യൂം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സിട്രസ് വൈബിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓറഞ്ചിൻ്റെ നോട്ട്സും ചെറുനാരങ്ങയുടെ നോട്ട്സും മന്ദാരിൻ അങ്ങനെയുള്ള ബർഗാമോട്ട് ഇങ്ങനെയുള്ള ആ ഒരു സിട്രസ് ഐറ്റംസ് അതിൽ നിന്നുള്ള മണത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഹാർട്ട് നോട്ടിലേക്ക് മാറുമ്പോൾ ചേഞ്ച് വന്നിട്ട് ഒരു സ്പൈസി ചേഞ്ചിലേക്ക് വരുവാണ്. ജിഞ്ചർ, ജാതിക്ക, നട്ട്നട്ട്, പെപ്പർ, ബ്ലാക്ക് പെപ്പർ, ഗ്രീൻ പെപ്പർ, ഇങ്ങനെയൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ലിലേക്ക് കടക്കും.
ആ ഒരു ചേഞ്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരു 3-4 മിനിറ്റ്സിൽ 5 മിനിറ്റ്സിനുള്ളിൽ ആ ഒരു ചേഞ്ച് കണക്കും. അതും ഒരു 10 മിനിറ്റേ നിൽക്കുള്ളൂ. അത് കഴിയുമ്പോൾ അതും ചേഞ്ച് ആവും, സ്മെല്ല് ചേഞ്ച് ആവും. ആ മണമാണ് വെറ്റിവെയറിലേക്ക് വരുന്നത്. ഒരു ബേസ് നോട്ടിലേക്ക് വരുമ്പോഴാണ് വെറ്റിവെയറിലേക്ക് വരുന്നത്. വെറ്റിവെയർ മാത്രമല്ല അതിൻ്റെ അകത്ത് വരുന്നത്, ഒരു ടോങ്ക ബീനിന്റെ ഒരു എഫക്റ്റും അതിൻ്റെ അകത്ത് കിട്ടും, ടുബാക്കോയുടെ ഒരു എഫക്റ്റ് കിട്ടും. ഇത് മൂന്നും മെയിൻ ബേസിൽ ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിന്റെ ഒരു കോമ്പിനേഷൻ വെറ്റിവെയർ നമുക്ക് നല്ല ഫീൽ കിട്ടും കേട്ടോ. ടോങ്ക ബീനും നമുക്ക് നല്ലൊരു ഫീൽ അതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടും. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും വരിക. നല്ല രസമുള്ള പെർഫ്യൂമാണ്. നമുക്കിത് എപ്പോൾ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതൊരു റയർ ഇൻ ദ മാർക്കറ്റ് പെർഫ്യൂമാണ്. ഈ മണമൊന്നും എല്ലാവർക്കും അത്ര കോമൺ ആയിട്ട് അറിയാവുന്ന മണമല്ല. അപ്പൊ നമുക്കൊരു സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ ഈ പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ ആളുകൾ നോട്ട് ചെയ്യും. അത്യാവശ്യം ലാസ്റ്റിംഗ് ഒക്കെ ഉള്ള പെർഫ്യൂമാണ്. കേരള ആംബിയൻസിൽ ഒരു ഹെവി ലാസ്റ്റിംഗ് അല്ല ഉദ്ദേശിച്ച, ഒരു മീഡിയം ടൈപ്പ് അതൊക്കെ ലാസ്റ്റിംഗ് ഒക്കെ ഉള്ള പെർഫ്യൂമാണ്. അടുത്ത പെർഫ്യൂം എന്ന് പറഞ്ഞാൽ സെയിം കാറ്റഗറിയിൽ തന്നെ വരുന്ന, ഇതിനോടൊരു സിമിലർ സാമ്യമുള്ള അടുത്തൊരു വെറ്റിവെയർ പെർഫ്യൂം തന്നെയാണ് ക്രീഡ്. ക്രീഡ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അത്രയും ലക്ഷറിയസ് ബ്രാൻഡാണ്. ഈ 2 ബ്രാൻഡുകളും ഫ്രഞ്ചാണ്. ഏതാണ്ട് 1700-1800 കാലഘട്ടത്തിൽ ഒക്കെ തുടങ്ങിയ കമ്പനികളാണ്. അപ്പൊ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അത്രയും പഴക്കം ഉള്ള ബ്രാൻഡാണത്. അവരുടെ പെർഫ്യൂമാണ് കേട്ടോ. കോസ്റ്റും ഏതാണ്ടൊക്കെ ആ ഒരു 20 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന പെർഫ്യൂമാണ് കേട്ടോ ഈ ക്രീഡിന്റെ ഒക്കെ. ഇതും ഇതിന്റെ സ്മെല്ലും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. സ്റ്റാർട്ടിങ് ഇതുപോലെ തന്നെ ഫ്രൂട്ടി സിട്രസ് വൈബിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വെറ്റിവെയർ ഇതുപോലെയുള്ള ഒരു സ്ട്രോങ് പച്ചോളിയും കൂടിയൊക്കെ അതിൻ്റെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഉള്ള ആ ഒരു നോട്ട്സിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു സിമിലാരിറ്റി ഉള്ള പെർഫ്യൂമാണ്. നമുക്ക് എന്തായാലും അത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന, നമുക്ക് ഉപയോഗിച്ച് നോക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. ഇപ്പോൾ എല്ലാവരും ഓരോ പുതിയ മണങ്ങൾ പരീക്ഷിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ ഒരു ട്രെൻഡാണല്ലോ മൊത്തത്തിലുള്ളത്. അപ്പോൾ ഒരു പുതിയൊരു മണം നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ഇത്. രണ്ടും നമ്മൾ ഷോപ്പിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ ഒരു പുതിയ പെർഫ്യൂം പരിചയപ്പെടുത്തുന്നവരേക്ക് എല്ലാവർക്കും കേൾക്കാം.